ഡീസൽ സ്വിഫ്റ്റിൻ്റെ ക്ലച്ച് സെറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഫ്ലൈ വീലിൻ്റെ ഈ ബുഷിലേക്ക് സെറ്റാവുന്ന ഒരു ടൂള്, അതായത് ടോപ്പ് ഗിയർ എന്ന് പറയുന്ന ഒരു ടൂള് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കറക്റ്റ് ടൈറ്റ് ആവണ വിധത്തിൽ ഇത് ഉണ്ടാക്കി. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ലൈനർ ഇതാണ്. അപ്പോൾ ഈ ലൈനറിൻ്റെ ഈ ഹബ്ബ്, അതായത് ഈ ടോപ്പ് ഗിയർ കയറുന്ന ഈ ഭാഗത്തേക്ക് അതും സെറ്റാക്കുക. അങ്ങനെ നമ്മൾ ഈ ക്ലച്ചിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം, ഒന്ന് ഈ തള്ളി നിൽക്കുന്ന ഭാഗം. ഈ തള്ളി നിൽക്കുന്ന ഭാഗമാണ് പ്രഷർ പ്ലേറ്റിലേക്ക്, അതായത് ഗിയറിൻ്റെ ഭാഗത്തേക്ക് വരേണ്ടത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്ലൈ വീലിൻ്റെ ഭാഗത്തേക്ക് ഈ ഫ്ലാറ്റായ ഭാഗവും ഈ തള്ളി നിൽക്കുന്ന ഭാഗം ഗിയർ സൈഡിലേക്ക്, അത് ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും, ഗിയർ ബോക്സ് സൈഡിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ടോപ്പ് ഗിയർ ആക്കുന്ന ഈ സാധനം, ഈ ടൂള് ഈ ക്ലച്ചിൻ്റെ ലൈനറിലേക്ക് വെച്ചിട്ട് ഫ്ലാറ്റ് ആവുന്ന ഭാഗം നമ്മൾ ഫ്ലൈ വീലിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആ ഫ്ലൈ വീലിൻ്റെ ബുഷിലേക്ക് അത് കറക്റ്റായിട്ട് കയറ്റുക. കറക്റ്റായിട്ട് കയറ്റിയിട്ട് നമ്മൾ ഇതിനൊന്ന് കറക്റ്റ് സെൻറ്റർ ഇല്ലേ നോക്കണം. അതായത് ഈ ഫ്ലൈ വീലിൻ്റെ ഗ്യാപ്പിലേക്ക് ഈ ക്ലച്ച് ലൈനർ കറക്റ്റ് സെൻറ്ററാക്കി വെക്കുക. അതിനുശേഷം ഇതാണ് പ്രഷർ പ്ലേറ്റ്. ഈ പ്രഷർ പ്ലേറ്റിൻ്റെ ഹോളുകൾ നോക്കിയിട്ട് ഇതിന് പിന്നുകളുണ്ട്. 1, 2, 3 പിന്നുകളാണ് വരുന്നത്. ഈ പിന്ന് സെൻറ്റർ ചെയ്തിട്ട് ഇതിലേക്ക് കറക്റ്റായിട്ട് വെക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ ഈ ടോപ്പ് ഗിയർ ഈ പ്രഷർ പ്ലേറ്റിൻ്റെ സെൻറ്ററിലായിരിക്കണം. അതും കൂടി ശ്രദ്ധിച്ചതിന് ശേഷം 1, 2, 3, 4, 5, 6 ബോൾട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഈ ബോൾട്ടുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഈ ടോപ്പ് ഗിയർ എടുത്തിട്ട് ഒന്ന് ഫ്രീ അല്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും വേണം. നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഗിയർ ബോക്സിൻ്റെ ടോപ്പ് ഗിയർ ബോക്സും കൂടിയിട്ട് നമ്മൾ ഈ ക്ലച്ചിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. ഈ ക്ലച്ചിൻ്റെ ബോൾട്ടുകൾ 40ൻ്റെ ബോക്സാണ് വരുന്നത് ഫ്ലവറിൽ. അപ്പോൾ അത് നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്യുമ്പോഴേ ഈ ഫ്ലൈ വീൽ തിരിയും. അപ്പോൾ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കണം. ഇത് കണക്ടർ റാഡിൻ്റെ ബെയറിങ്ങോ അങ്ങനെ ഏതെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്കിത് ലോക്ക് ആവണം. അത് നമ്മൾ ഈ ഫ്ലൈ വീലിൻ്റെ ഈ പല്ലിൻ്റെ മുകളിൽ ഇവിടെയും വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്കിത് തിരിയില്ല. ഇനി നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്യാം. അങ്ങനെ പൈപ്പ് ഇട്ടിട്ട് 40ൻ്റെ ബോക്സാണ്. അപ്പോൾ അതിനാവശ്യമുള്ള ടൈറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാ ബോൾട്ടുകളും ടൈറ്റ് ചെയ്തു. 6 ബോൾട്ടുകളാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ 6 ബോൾട്ടും ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടോപ്പ് ഗിയർ നമ്മൾ എടുത്ത് നോക്കുകയാണ്. ഫ്രീ ആണ്. ഇതേപോലെ നമ്മളിപ്പോൾ ഇതിലേക്ക് വെക്കുമ്പോൾ കണ്ടോ, ഫ്രീ ആയിട്ട് ഇറങ്ങണു, ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നു. ഇതേപോലെ ആവണം. അപ്പോഴാണ് നമ്മൾ ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്യുമ്പോൾ ഗിയർ ബോക്സിൻ്റെ ടോപ്പ് ഗിയർ ഇതിലേക്ക് ഫ്രീ ആയിട്ട് കയറുള്ളൂ. ഈ മില്ലിങ്ങിലേക്ക് കറക്റ്റ് ടോപ്പ് ഗിയറിൻ്റെ മില്ലിങ്ങും കയറണം. അങ്ങനെ ഫ്ലൈ വീലിൻ്റെ ബുഷിൻ്റെ ഭാഗത്തേക്കും കയറിപ്പോകണം, ഈ 2 സൈഡിലേക്കും.